നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 616th day. Today, Pradhamaskandha, 4th chapter, 8th ശ്ലോകം. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 616 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. സ ഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേദിനാം അവേക്ഷതേ മഹാഭാഗ തീർത്ഥീകുർവം തദാശ്രമം. ഓം തത്സത്. സ ഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേദിനാം അവേക്ഷതേ മഹാഭാഗ തീർത്ഥീകുർവം തദാശ്രമം. ഓം തത്സത്. സ ആ മുനി, അതായത് ശ്രീ ശുകബ്രഹ്മർഷി, ഗോദോഹനമാത്രം എന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ കറക്കേണ്ടതായ സമയം, കാലം മാത്രം, വളരെ കുറച്ച് സമയം മാത്രം, ഗൃഹേഷു ഗൃഹങ്ങളിൽ, ഗൃഹമേദിനാം അതായത് ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹങ്ങളിൽ, ഗൃഹമേദിനാം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമികൾ, ഗൃഹേഷു വീടുകളിൽ, ഗൃഹങ്ങളിൽ, ഗൃഹസ്ഥാശ്രമികളുടെ വീടുകളിൽ, അവക്ഷതേ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കും, അല്ലെ കാണപ്പെടും, ഹി അല്ലയോ, ഹി എന്ന് പറഞ്ഞാൽ അല്ലയോ, ഗോതൗമിന് മാത്രം ഹി അല്ലയോ, മഹാഭാഗനായിട്ടുള്ള അല്ലെങ്കിൽ മഹാപുണ്യവാനായിട്ടുള്ള ആ മുനി, തദാശ്രമം ആ ആശ്രമത്തിൽ, അവരുടെ ആശ്രമത്തെ, തീർത്ഥീകുർവൻ എന്ന് പറഞ്ഞാൽ അവിടെ പരിശുദ്ധമാക്കാൻ, തീർത്ഥീകുർവൻ തദാശ്രമം ആശ്രമത്തെ പരിശുദ്ധമാക്കുവാനായിട്ട്, അതായത് മഹാമഹിമയുള്ള ആ മുനി മഹാഭാഗ തീർത്ഥീകുർവം തദാശ്രമം. ഇങ്ങനെയാണ് അത് പിരിച്ചു വായിക്കേണ്ടത്. മഹാമഹിമയുള്ള ആ മഹാമുനി, അതായത് ശ്രീ ശുകബ്രഹ്മർഷി ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹങ്ങളിൽ പ്രവേശിച്ചാൽ അവരുടെ ആ ആശ്രമത്തെ പരിശുദ്ധമാക്കാനുള്ള കാരുണ്യത്തോടുകൂടി വളരെ കുറച്ച് സമയം മാത്രമല്ലേ, അല്പസമയം മാത്രമല്ലേ അവിടെ താമസിക്കുക. പിന്നീട് ഈ ഭാഗവത സംഹിത, അതായത് ഈ ശ്രീമദ് മഹാഭാഗവതം പറയുവാൻ ഒരുപാട് സമയം വേണമല്ലോ. അപ്പോൾ പിന്നെ ഇത്ര കുറച്ച് സമയം മാത്രം ഒരു ഗൃഹത്തിൽ നിൽക്കുന്ന ആ മഹാമുനി എങ്ങനെയാണ് പരീക്ഷിത് രാജാവിന് ഇത്ര വലിയ ഒരു സംഹിത, ഭാഗവത സംഹിത പറഞ്ഞു കൊടുത്തത് എന്ന് ശൗനകാദി മഹർഷിക്ക് സംശയമുണ്ടാവുകയാണ്. ഇത്രയും ബൃഹത്തായ ഈ ശ്രീമദ് മഹാഭാഗവതം വളരെ കുറച്ച് സമയം മാത്രം ഒരു ഗൃഹത്തിൽ, ഒരു ആശ്രമത്തിൽ പ്രവേശിച്ച് നിൽക്കുന്ന ഈ ശ്രീ ശുകബ്രഹ്മർഷി എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു സംശയം തോന്നിയിട്ട് അത് ചോദിക്കുകയാണ്. ഗോദോഹനം എന്ന് പറഞ്ഞാൽ പശുവിനെ കറക്കുക. പണ്ടുകാലത്ത് പശുവിനെ വളരെ കുറച്ച് സമയം മാത്രമേ കറക്കാറുണ്ടായിരുന്നുള്ളൂ എന്നുകൂടി ഇതിൽ നിന്നും അല്പസമയം എന്ന് കാണിക്കാനാണ് ഗോദോഹന മാത്രം ഹി. വളരെ കുറച്ച് സമയം മാത്രമേ പശുവിനെ പണ്ട് പാല് കറന്ന് എടുക്കാറുള്ളൂ. ഒരുപാട് സമയം കറന്ന് മുഴുവൻ പാലും എടുക്കാറില്ലായിരുന്നു എന്നുകൂടി ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സ ഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേദിനാം അവേക്ഷതേ മഹാഭാഗ
സ്ഥിരീകുർവം തദാശ്രമം സ്ഥിരീകുർവം തദാശ്രമം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവത് സമക്ഷം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.